والصلاة والسلام على من لا نبي بعده. സുഹൈ തർഗീബ് തർഹീബിൽ കിതാബ് സദഖാത്തിൽ യാചനയും ജനങ്ങളോട് ആവശ്യപ്പെടുന്നതുമെല്ലാം ഉത്സാഹപ്പെടുത്തിക്കൊണ്ടും മറ്റെല്ലാമുള്ള ഹദീസുകളിൽ എടുത്തത് وعن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم استغنوا عن الناس ولو بشوص السواك. ജനങ്ങളിൽ നിന്ന് നിങ്ങൾ ധന്യനാവുക. അത് ഷൗസ് സിവാക്ക്, ഒരു സിവാക്കിൻ്റെ ഷൗസ് പ്രധാനമായിട്ട് അർത്ഥം സിവാക്ക് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് പൊടിയുന്ന നാരുകളോ അല്ലെങ്കിൽ സിവാക്ക് ഉപയോഗിക്കുമ്പോൾ ആയി കൊപ്പളിക്കുന്നോ ആ രീതിയിൽ, അഥവാ വളരെ കുറഞ്ഞ അളവിലാണെങ്കിലും നിങ്ങൾ ജനങ്ങളിൽ നിന്ന് ധന്യനാവുക എന്നുള്ളത്. അതായത് അത് മാത്രമേ നമുക്ക് ഭക്ഷിക്കാനുള്ളൂ, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിലും ജനങ്ങളോട് യാചിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നറിയിച്ചുകൊണ്ടാണ് ഈ ഹദീസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ഹദീസുകളെല്ലാം പറഞ്ഞതുപോലെ യാചനയും അതുപോലെ ജനങ്ങളോട് ആവശ്യപ്പെടലെല്ലാം ഉത്സാഹപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ വിഭവങ്ങൾ നമ്മുടെ കയ്യിലുള്ളൂ, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിലും അതിൽ തൃപ്തിപ്പെട്ട് ജനങ്ങളിൽ നിന്ന് ധന്യനായി ജീവിക്കാൻ ശ്രമിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറയാൻ. ഒരു മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ട വളരെ മഹത്തായിട്ടുള്ള ഒരു ഗുണമാണ് ജനങ്ങളിലേക്ക് ആവശ്യക്കാരനാവാതിരിക്കുക എന്നുള്ളത്. وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال, മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, لا يؤمن عبد حتى يأمن جاره بوائقه. ഒരടിമയും ഈ യഥാർത്ഥ മുഅ്മിനാകുന്നില്ല അവൻ്റെ അയൽവാസി അവൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് സുരക്ഷിതനാവാതെ. അതായത് അയൽവാസികളോടുള്ള കടമകൾ ധാരാളം ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ അവൻ്റെ അയൽവാസി അവനിൽ നിന്ന് സുരക്ഷിതനാണ്, അവൻ്റെ നിന്നുള്ള ഉപദ്രവങ്ങളൊന്നുമില്ല എന്ന നിലക്കാവുമ്പോഴല്ലാതെ ഒരാൾ യഥാർത്ഥ മുഅ്മിനാകുന്നില്ല. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹു. ആരാണോ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നത് അവൻ അവൻ്റെ അതിഥിയെ, അവൻ്റെ വീട്ടിലേക്ക് അവനെ ഉദ്ദേശിച്ചുകൊണ്ട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഒരു അതിഥിയെ അവൻ ആദരിക്കട്ടെ. അതിഥിക്ക് ആവശ്യമായ രീതിയിൽ ആതിഥേയത്വം നൽകുകയും പരിഗണന നൽകുകയും എല്ലാം ചെയ്യട്ടെ. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്കുത്. ആരാണോ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നത് അവൻ നല്ലത് പറയട്ടെ, അതല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്നുള്ളത്. അഥവാ സംസാരം എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവൻ നല്ല കാര്യങ്ങൾ, അത് ജനങ്ങൾക്ക് ഉപകാരമുള്ള, അത് സത്യമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത്. അല്ലാതെ കളവോ ഗീബത്തോ അതുപോലെയുള്ള സംസാരിക്കേണ്ടി വന്നാൽ അവൻ മിണ്ടാതിരിക്കട്ടെ. ഇന്നല്ലാഹ യുഹിബ്ബുൽ ഗനിയ അൽ ഹലീമ അൽ മുതഅഫിഫ. എന്നിട്ട് പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു അൽ ഗനിയ, ധന്യനായിട്ടുള്ള ഒരാൾ, ആളുകളിലേക്ക് ആവശ്യക്കാരനാവാതെ. ഹലീമ, ഹെൽമുള്ള, അവധാനതയുള്ള ആൾ, ഒരു കാര്യത്തിലേക്ക് എടുത്തു ചാടാതെ അവധാനതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ആൾ. അത് മുതഅഫിഫ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ പറയാറുണ്ട്. ഒന്ന്, ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി. അതല്ല എങ്കിൽ ഗനിയിൻ്റെ മറ്റൊരാശയത്തിലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നത് എന്നുള്ള ആശയത്തിലും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അടിമയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വയബ്ഗുദു അൽ ബദീ അൽ ഫാജിർ അസ്സാഇൽ അൽ മുലിഹ. അതുപോലെ തന്നെ അള്ളാഹു വെറുക്കുന്നു മോശപ്പെട്ട സംസാരങ്ങൾ സംസാരിക്കുന്ന, അതുപോലെ തെമ്മാടിയായിട്ടുള്ള, അധികമായി ആളുകളോട് ആവശ്യപ്പെടുന്ന, ചോദിക്കുന്ന, യാചിക്കുന്ന, അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ വെറുപ്പിന് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമാകുന്ന ഒരു കാര്യമാണ് അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ. അതിൽപ്പെട്ടൊരു കാര്യമാണ് ചോദിച്ചുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ യാചിച്ചുകൊണ്ടേയിരിക്കുക, ഒരു തരത്തിലും അത് നിർത്താതെ അതിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അസ്സാഇലു മുലിഹ് എന്ന് പറഞ്ഞാൽ. وعن ابن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال وهو على المنبر وذكر الصدقة وتعفف عن المسألة. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പർ വെച്ച് സദഖയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തഅഫഫ അനിൽ മസ്അല, ജനങ്ങളോട് യാചിക്കുന്നതിൽ നിന്ന് ഇഫത്തുള്ള, അഥവാ അങ്ങനെ ചെയ്യാത്ത ഉള്ളത് കൊണ്ട് ധന്യനായി ജീവിക്കുന്ന ഖനാഅത്തുള്ളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുക. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ. ഉയർന്ന കൈകളാണ് താഴ്ന്ന കൈകളെക്കാൾ ഉത്തമമായിട്ടുള്ളത്. വൽ ഉൽയാ ഹിയൽ മുൻഫിഖതു. ഉയർന്ന കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് മുൻഫിഖത്താണ്, ചെലവഴിക്കുന്ന നൽകുന്ന കൈയാണ്. വസുഫ്ല ഹിയസ്സായിലതു, താഴ്ന്ന കൈ എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് യാചിക്കുന്ന ചോദിക്കുന്ന കൈകൾക്കാണ് താഴ്ന്ന കൈകൾ എന്ന് പറയുന്നത്. ചെറിയ വായത്തിൽ മുൻഫിഖത്ത് എന്നുള്ളതിന് മുതഅഫിഫത്തു എന്നും കാണാം. അഥവാ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ് ഉയർന്ന കൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരോട് ചോദിക്കാത്തവൻ എന്നുള്ളത് ചോദിക്കുന്ന ആളുടെ കൈയാണ് താഴ്ന്നത് എന്ന് ഉദ്ദേശിക്കുന്നത്. وعن مالك بن نضلة رضي الله عنه قال قال رسول الله صلى الله عليه وسلم الأيدي ثلاثة فيد الله العليا, കൈകൾ എന്നുള്ളത് അല്ലെങ്കിൽ ആ നിലക്കുള്ള കൈകൾ കരങ്ങൾ മൂന്ന് തരത്തിലാണ്. ഫയദുല്ലാഹിൽ ഉല്യ, ഒന്ന് എല്ലാവർക്കും നൽകുന്ന ഔദാര്യങ്ങൾ ചൊരിയുന്ന അള്ളാഹുവിന്റെ കൈ ഉന്നതമായത്. വയദുൽ മുഅതി അല്ലതി തലീഹ, അങ്ങനെ അതിന്റെ താഴെയായിട്ടുള്ളത് ജനങ്ങൾക്ക് നൽകുന്ന സമ്പത്തും ചെലവഴിക്കുന്ന സമ്പത്തും കാര്യങ്ങളെല്ലാം ദാനധർമ്മം ചെയ്യുന്ന അള്ളാഹു നൽകിയെന്ന് ചെലവഴിക്കുന്ന ആളുടെ കൈ. വയദുസ്സാഇൽ സുഫ്ല, മൂന്നാമത്തേത് ചോദിക്കുന്ന ആളുകളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യാചിക്കുന്നവരുടെ കൈ. ഫഅത്തിൽ ഫദ്ല, എന്നിട്ട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങൾക്ക് അധികമായിട്ടുള്ള നിങ്ങൾ ഔദാര്യം ചൊരിയുക, ആളുകൾക്ക് നൽകുക. വലാ തഅജിസ് അൻ നഫ്സിക്, നിങ്ങളുടെ സ്വന്തത്തിനെ വിട്ടുപോകാതെ, അഥവാ സ്വന്തത്തിന്റെ ആവശ്യങ്ങൾക്ക് ഉള്ളത് എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ളവർക്ക് അധികമായിട്ടുള്ള കാര്യങ്ങൾ സ്വതക്ക കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. وعن حكيم بن حزام رضي الله عنه قال قال رسول الله صلى الله عليه وسلم اليد العليا خير من اليد السفلى, നൽകുന്ന കൈയാണ് അല്ലെങ്കിൽ ധന്യതയുള്ളവരാണ് യാചിക്കുന്നവരെക്കാൾ, അവർ യാചിക്കുന്ന കൈകളെക്കാൾ ഉത്തമമായിട്ടുള്ളത്. വബ്ദ ബിമൻ തഊലു, നിങ്ങൾ നൽകുമ്പോൾ നിങ്ങളുടെ കീഴിലുള്ള നിങ്ങളുടെ കുടുംബവും അതുപോലെയുള്ള ആളുകൾക്ക് വേണം ആദ്യം തുടങ്ങാൻ. വഖൈറുസ് സദഖതി മാ കാന അൻ ദഹരി ഗിനൻ, ഏറ്റവും ഉത്തമമായിട്ടുള്ള സദഖ ഗിന ഉള്ളയോടുകൂടി, അഥവാ അവനവന്റെ കാര്യത്തിന് ഉണ്ടായിരിക്കെ നൽകുന്ന സദഖയാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. ഈ ഗിന രണ്ട് തരത്തിലുള്ള ഉലമാക്കൾ വിശദീകരിക്കാറുണ്ട്. ഒന്ന്, അവനവന്റെ ആവശ്യത്തിന് സമ്പത്ത് വെച്ചുകൊണ്ട് ബാക്കിയുള്ളത് നൽകുക എന്നുള്ളത്. രണ്ട്, കൽബിന്റെ ഗിന, ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ ചെയ്ത പോലെ മുഴുവൻ കൊടുത്തിട്ടാണെങ്കിലും കൽബിൽ ധന്യനായിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്ന രണ്ട് തരത്തിൽ പറയാറുണ്ട്. എന്നിരുന്നാലും അവനവന്റെ ആവശ്യത്തിന് ഉണ്ടായിരിക്കെയാണ് കൊടുക്കുന്ന സദഖ, അത് വെച്ചിട്ട് ബാക്കി കൊടുക്കുന്ന സദഖയാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്, ഖൈറായിട്ടുള്ളത്. മൻ യസ്തഇഫ യുഇഫഹുല്ലാഹ്, ആരാണോ ഇഫത്ത് തേടുന്നത്, നേരത്തെ പറഞ്ഞ പോലെ രണ്ടർത്ഥം, ആളുകളോട് ആവശ്യപ്പെടാത്ത രീതിയിലാവട്ടെ, ചാരിത്ര ശുദ്ധി സൂക്ഷിക്കാൻ ആരാണോ കാത്തു സൂക്ഷിക്കുന്നതാവട്ടെ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കാക്കുന്നതാണ്. അവൻ യസ്തഗ്നി യുഗ്നിഹുല്ലാഹ്, ആരാണോ ജനങ്ങളിൽ നിന്ന് ധന്യനായിക്കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നത്, അള്ളാഹു അവനെ ആ നിലക്ക് ആക്കുന്നതാണ് എന്നുള്ളത്. അപ്പോൾ ഇത് ഈ ബാബിൽ ധാരാളം ഹദീസുകൾ നമ്മൾ കണ്ടു. പ്രധാനമായും യാചനയും അതിൻ്റെ ഉന്നതമായ ഒരു തരത്തിലും ഒരു കാര്യവും ജനങ്ങളോട് ആവശ്യപ്പെടാതെ ചോദിക്കാതിരിക്കുക എന്നുള്ളത് ഉന്നതമായ അവസ്ഥയിൽ ഉള്ള കാര്യങ്ങളാണ്. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.